നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വി ദ പീപ്പിളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും എന്നോടൊപ്പം മനോജ് വർമ്മയും രാജേന്ദ്രനും അസിത സഹീറും ഉണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഒരു വാർത്ത എടുക്കുകയാണ്. ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില വാർത്തകൾ പിറക്കുമ്പോൾ അത് പ്രവാചകരെ പോലെയാണ് കടന്നു വരിക. ഒരു ഇരുണ്ട കാലത്ത് വെളിച്ചം വീശുന്ന വാക്കുകളുമായാണ് പ്രവാചകർ കടന്നു വരിക എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഒട്ടേറെ വാർത്തകൾ സൃഷ്ടിച്ച ഇരുട്ടിൽ വെളിച്ചം പകർന്നുകൊണ്ടാണ് ചില വാർത്തകൾ കടന്നു വരിക, ചില സംഭവങ്ങൾ ഉണ്ടാവുക. കർണാടക സംസ്ഥാനം ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു വാർത്തയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദില്ലിയിൽ കേരളം പ്രഖ്യാപിച്ച സമരം സമരമല്ല, അതൊരു സെമിനാർ മാത്രമായി മാറാൻ പോകുന്നു എന്ന് വലതുപക്ഷ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദില്ലിയിൽ കേരളം നടത്താൻ പോകുന്ന സമരാഭാസം അത് ഒരു സമരാഭാസം മാത്രമാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഏർപ്പാടാണ്. കേരളം പറയുന്നത് പോലെ കേന്ദ്രം ഒന്നും തരാനില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഇവിടെ പരക്കുന്നൊരു കാലത്ത് ആ വാദങ്ങളൊക്കെ അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്നതായി മാറി കർണാടകത്തിൻ്റെ ആ സമരം. ഇന്ന് ആ സമരം ദില്ലിയിൽ അരങ്ങേറി. ആ സമരത്തെക്കുറിച്ചാണ്, ആ സമരം എന്ന സംഭവം, ആ വാർത്ത നമുക്ക് തരുന്ന വെളിവുകളെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രാജേന്ദ്ര, എന്താണ് കൂട്ടിച്ചേർക്കാനാവുന്നത്? അത് ഏറെ ശ്രദ്ധേയമായൊരു സമരമാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് ഈ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന പാർട്ടി തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയും വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. കോൺഗ്രസിൻ്റേതൊരു വിഭജന രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദക്ഷിണേന്ത്യൻ വികാരം ആളിക്കത്തിച്ച് രാഷ്ട്രത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കർണാടക സർക്കാർ ദില്ലിയിൽ നടത്തുന്ന സമരം തന്നെയാണ്. കർണാടക സർക്കാർ, കർണാടകത്തിലെ ഭരണ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നായിരുന്നില്ല അവർ തീരുമാനിച്ചിരുന്നത് കേരളത്തിൻ്റെ സമരം കഴിഞ്ഞ് മറ്റൊരു ദിവസമായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് അത് കേരളം സമരം നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാക്കി മാറ്റി. എന്നിട്ടും അവർ ഉദ്ദേശിച്ചത് നടന്നിട്ടില്ല. അതായത് അപ്പോൾ മോദി പറയുമ്പോൾ ഒരു പ്രശ്നമില്ലേ? മമത സമരം നടത്തുന്നുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകൾ സമരം നടത്തുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ തെക്കേ ഇന്ത്യക്കാർക്ക് മാത്രമാണ് എന്നോട് വിരോധം എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി വിലപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അതിൻ്റെ കാരണം ഈ മോദിക്ക് ഏറ്റവും തിരിച്ചടിയാവാൻ പോകുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. സംശയമില്ല, അത് മുൻകൂട്ടി കണ്ടറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഭജന രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ ഏറ്റവും കൂടുതൽ അത്തരം പ്രശ്നങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന മണിപ്പൂരാണ് ഏറ്റവും. കാരണം മണിപ്പൂരിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രി BJPയുടെ പ്രമുഖനായ നേതാവ് രഞ്ജൻ സിംഗ് തന്നെ ഒരു മേത്തൈ വിഭാഗത്തിൻ്റെ അവർ നിർബന്ധിപ്പിച്ച് സംഘടിപ്പിച്ച ഒരു പരിപാടി, ആ ഒരു തീവ്രവാദ സംഘടനയുടെ അവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് എൻ്റെ ആഭിമുഖ്യം മെയ്തൈ വിഭാഗത്തോടാണ്, അല്ലാതെ അത് രാഷ്ട്രത്തിനോടല്ല എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചൊല്ലിയ ഒരു വ്യക്തിയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മന്ത്രി. അതിരിക്കെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സമരത്തിനെതിരെ അദ്ദേഹം അതിനപ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ മോദിയുടെ ഈ പ്രസ്താവനയായിരിക്കാം ഒരുപക്ഷെ നാളെ ഇന്നും അതുപോലെ നാളെയും എല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത ഉയർത്തി കാണിക്കുന്നത്. ആ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഒരു ഉത്തരേന്ത്യയിൽ നിന്നുള്ള BJP നേതാക്കളും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുമെല്ലാം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തി കാണിക്കാനും പോകുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് മുന്നോട്ട് വയ്ക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ കർണാടക, കേരളം, അതുപോലെ ഈ തെലങ്കാന, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതേസമയം അത്തരമൊരു പ്രശ്നം ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചില്ല. അത് YSR റെഡ്ഡിയും മോദിയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് ഈ ഒരു BJPയും ആന്ധ്രാപ്രദേശിൽ BJPയും YSR കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന പാർട്ടികളാണ്. പക്ഷേ ദേശീയ തലത്തിൽ എന്ത് വിഷയമുണ്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഭൂരിപക്ഷത്തിന് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, പക്ഷേ ഞങ്ങളെ സാമ്പത്തികമായി ഈ കേരളത്തെയും തമിഴ്നാടിനെയും കർണാടകത്തെയും ഒന്നും ഞെക്കിപ്പിഴിയുന്നത് പോലെ പിഴിയരുത്. അങ്ങനെ ഒരു ധാരണയാണ്. ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ഇതാണ് മനോജ്, കർണാടകം
സമരം നടത്തുന്നത് മുൻനിർത്തി എന്താണ് പറയാൻ പറ്റുക? ഒപ്പമുണ്ട് കർണാടകം എന്നൊരു സന്ദേശമാണ് ഇന്ന് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തയച്ച ക്ഷണക്കത്തിന് മറുപടിയായിട്ടൊരു ലെറ്റർ കൊടുത്തിരുന്നു. അതിൽ DMKയുടെ പ്രതിനിധികൾ കേരളത്തിൻ്റെ പ്രതിഷേധത്തിൽ ദില്ലിയിൽ കേരളത്തിനൊപ്പം ഉണ്ടാകും എന്നറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് കർണാടകം ഒരു സമരം നടത്തുകയും അവിടെ കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കേരളത്തിനൊപ്പം ഞങ്ങളുണ്ട്, എവിടെ അസമത്വമുണ്ടോ അവിടെ ഞങ്ങൾ പിന്തുണയ്ക്കാനുണ്ടാവും എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ കേരളമാവട്ടെ, കർണാടക ആവട്ടെ, തമിഴ്നാടാവട്ടെ, ബംഗാളാവട്ടെ, ഈ സംസ്ഥാനങ്ങളെല്ലാം പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ദുർവ്യാഖ്യാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. ഈ അനുച്ഛേദം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. The subject of public debt for financing the public expenditure of states is within the exclusive purview of state legislature as per the Constitution of India. However, the Union government has been misusing its powers under Article 293 of the Constitution of India to restrict the borrowing space of the states. ഇതിൽ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസ് ഈ സംസ്ഥാനങ്ങൾ തമിഴ്നാടാവട്ടെ, കർണാടകമാവട്ടെ, കേരളമാവട്ടെ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻ്റാണ്. ഭരണഘടനയുടെ നഗ്നമായിട്ടുള്ള ലംഘനം അതാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഇതര സംസ്ഥാനങ്ങളെ എങ്ങനെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ കഴിയും, അതാണ് അവരുടെ അജണ്ട. അത് വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കുന്നു. അതുകൊണ്ടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടി വന്നിരിക്കുന്നത്. അസിത കൂടി അഭിപ്രായം പറയൂ. കർണാടകം സമരം ചെയ്യുന്നു, കേരളത്തിന് മുന്നേ. തീർച്ചയായും നമ്മൾ കർണാടകത്തിന്റെ സമരത്തിനെ കേരളത്തിന്റെ സമരത്തിനോടൊപ്പം ചേർത്ത് വെച്ചാണല്ലോ വായിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു ഒരുമയിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഈ സമരമായി കർണാടക സർക്കാർ മുന്നിലേക്ക് വരുമ്പോൾ, കേരളം ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. പക്ഷെ കർണാടകയുടെ സമരത്തിൽ രണ്ടുപേരും ഉയർത്തുന്ന ആവശ്യം ഒന്ന് തന്നെയായിട്ടും എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിനെ കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിഷയം അടിയന്തര പ്രമേയമായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്, കേരള ധനമന്ത്രി KN ബാലഗോപാൽ നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര വിഹിതത്തിന്റെ കുടിശ്ശിക 31,869 കോടി എന്നുള്ളത് മാത്രമാണ് രേഖയിൽ എഴുതിയിരിക്കുന്ന ഫിഗർ. പക്ഷേ 57,000 കോടി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഖ്യയിലൂടെ ആകമാനം കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സാങ്കേതികമായ ഒരു കാരണം ഉയർത്തുകയാണ്. ശരിയാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് അയച്ച കത്തിൽ 31,869 കോടി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ 57,000 കോടിയിലേക്ക് വരുന്നത് ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം വെട്ടിക്കുറച്ച തുകയും കൂടി ചേർത്താണ്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ പറയാതെ കൂടി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ കേരളം കൂടി സമരം നടത്താൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ചില കണക്കുകളിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, 2022 43,000 കോടിയായിരുന്ന കേന്ദ്ര റവന്യൂ സഹായം 2023 40,000 കോടിയായും വായ്പാ വരുമാനം 43,000 കോടിയായിരുന്നത് 23,000 കോടിയായും കുറയുകയാണ്. ഒരു സ്റ്റേറ്റിന് ഇത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെ 12,000 കോടി കുറയുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 20,000 കോടി, റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ 8,400 കോടി, നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതോടെ 18,000 കോടി. അങ്ങനെയാണ് 57,000 കോടി എന്ന് പറയുന്ന എടുത്താൽ പൊങ്ങാത്തൊരു ബാധ്യതയിലേക്ക് ഒരു സംസ്ഥാനം എത്തേണ്ടി വരുന്നത്. കർണാടകത്തിന്റെ സാഹചര്യവും സമാനമല്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യമൊക്കെ ഈ സമരത്തിനിടയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണ് BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദം വരുന്നത്. GST വെട്ടിക്കുറച്ച നടപടികൾ സംസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണല്ലോ. GST നടപ്പിലാക്കി ഇത്ര കാലയളവിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളത് പറഞ്ഞിരുന്നതാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നൊരു വാദം വരുന്നു. പക്ഷെ ആ വാദം എത്രമാത്രം പൊള്ളയാണ്. കാരണം കേരളത്തിലെ പ്രതിപക്ഷം കൂടിയ വാദം ഏറ്റെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ GST വരുന്ന സമയത്ത് തന്നെ അതിനെ എതിർത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ളതാണ്. 2, GST റിട്ടേൺ ഇത്ര കാലയളവിലേക്ക് എന്ന് പറയുന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി കോവിഡും ഓഖിയും ഒക്കെയും വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ, മഹാമാരികളെയൊക്കെ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാനാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കണ്ട് GST നഷ്ടപരിഹാര വിഹിതത്തിന്റെ കാലാവധി നീട്ടണം എന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു. അത് ഉണ്ടാകുന്നില്ല. കേരളവും കർണാടകയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം അതാണ്. അതും കേന്ദ്രം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. GSTക്ക് മുൻപുണ്ടായിരുന്ന VAT എന്ന് പറയുന്ന നികുതി സംവിധാനത്തിൽ അതിന്റെ ഭൂരിഭാഗം നികുതിയും സംസ്ഥാനത്തിന്റെ കയ്യിലേക്ക് വരുമ്പോൾ GST വരുന്നതോടുകൂടി നികുതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ നല്ലൊരു ശതമാനവും കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് മാത്രം പോകുക കൂടി ചെയ്യുകയാണ്.
ഇനി മറ്റൊരു വിഷയം, സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്നതായി കടമെടുപ്പ് പരിധിയുടെ വിഷയം മാറുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ സാമ്പത്തിക വർഷത്തിൽ ആകമാനം 45,689.61 കോടി കടമെടുക്കാം എന്നുള്ളതായിരുന്നു. കേരളത്തിന്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. കേരളത്തിന്റെ കടമെടുക്കാം എന്നുള്ളതായിരുന്നു മുൻപുണ്ടായിരുന്ന ധാരണ. ഈ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന 7,437.61 കോടി കേരളം ചോദിക്കുമ്പോൾ അതിൽ 5,600 കോടിയും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇത് ഏറ്റവും അവസാനം നമ്മൾ മുന്നിലേക്ക് വന്ന കണക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആകെത്തുകയിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് സ്റ്റേറ്റ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 5,600 കോടിയുടെ കുറവ് കേന്ദ്രത്തിന്റെ മാത്രം കയ്യിൽ നിന്ന് വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് അത് എങ്ങനെ താങ്ങാനാകും? ഇനി കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനായി കേന്ദ്രം പറയുന്ന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ധനക്കമ്മി ഉയരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതും അടിസ്ഥാനരഹിതമാണ്. ഏറ്റവും അവസാനം അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പറയുന്നത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ ആകെ ധനക്കമ്മിയായി, അതായത് കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മിയായി പ്രതീക്ഷിക്കപ്പെടുന്നത് 5.1% ധനക്കമ്മിയാണ് എന്നുള്ളതാണ്. നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ തന്നെ ധനക്കമ്മി 3% മാത്രമേ ഉള്ളൂ. അതായത് കേന്ദ്രത്തിനേക്കാൾ കുറവ്. അപ്പോൾ 97 ലക്ഷം കോടി ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ ആകെ കടത്തിലേക്ക് അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആകെ 156 കോടിയാണ് കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത്. ഈ വസ്തുതകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഈ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻകൂട്ടി അത് പറഞ്ഞിരുന്നിട്ടും അത് കണക്ക് കൂട്ടാത്തതാണ് എന്നൊക്കെയുള്ള പൊള്ളയായ വാദങ്ങൾ കേന്ദ്രം ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ ഇനി വരാൻ പോകുന്ന 2 വർഷം, ഇത് 5 വർഷത്തേക്കാണല്ലോ റവന്യൂ കമ്മി ഗ്രാന്റ് ഒരു കണക്കാക്കുന്നത്, അതിൽ അടുത്ത 2 വർഷം കേരളത്തിനായി നീക്കിയിരിപ്പ് ഒന്നുമില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കുകയാണ്. ഇവർ യോജിച്ചൊരു സമരത്തിലേക്ക് ഇവർക്ക് എത്തേണ്ടി വരും. അസിത, ഈ കണക്കുകൾ കുറച്ച് നാളുകളായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അത് പറന്നു നടക്കുന്നതാണ്. ഈ കണക്കുകളെല്ലാം വെച്ച് വാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളം സമരത്തിന് പോകുന്നതും ആ സമരം ശരിയല്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഈ സമരത്തിനെതിരെ ഒട്ടേറെ അപവാദ കഥകളും വ്യാജകഥകളും പരക്കുകയുണ്ടായി. അതിലൊന്ന്, കേരളം അവിടെ സമരമല്ല നടത്താൻ പോകുന്നത്, കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിക്കുകയും ആ സമരം ഡൈല്യൂട്ട് ചെയ്ത് സമരമല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നൊരാരോപണം വരെ ഉയർത്തിയിരുന്നു. നമുക്കെല്ലാം അറിയാം, പല രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും പാർലമെൻറ്റ് മാർച്ചൊക്കെ പ്രഖ്യാപിക്കും. ആ പാർലമെൻറ്റ് മാർച്ച് എന്ന് പറയുന്നത് ഈ സമരം നടക്കുന്ന ആ ജന്തർ മന്ദറിൽ എത്തി ഒരു യോഗമായി കലാശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ദില്ലിയിലെ സമര രൂപം. പാർലമെൻറ്റ് മാർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും വന്ന് നിൽക്കുന്നത് പോലെ പാർലമെൻറ്റ് വളഞ്ഞു നിൽക്കാനൊന്നും അനുവദിക്കില്ല. അത് ഒട്ടും നടക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കുന്നുമില്ല. ആ ജന്തർ മന്ദിറിൽ നടക്കുന്നതാണ്. മാത്രമല്ല, ഇന്ന് കർണാടകം അവിടെ സമരം നടക്കുമ്പോൾ മറ്റ് 2 സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നാളെ കേരളം സമരം നടത്തുമ്പോൾ കേരളത്തിൻ്റേതടക്കം 5 സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ ഇന്ത്യയുടെ സമരഭൂമിയാണ് ജന്തർ മന്ദിർ. അവിടെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സമര രൂപം തന്നെയാണ്. അതായിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു വ്യാജകഥ പരത്തുകയും ചെയ്തത്. ഇന്ന് കർണാടകം നടത്തുന്നത് അവരുടെ മന്ത്രിമാരും നേതാക്കളും മാത്രം സംസാരിക്കുന്ന ഒരു യോഗം തന്നെയാണ്. പക്ഷേ അതൊരു സമര രൂപം ആയി തന്നെ കാണണം, അതിനെ അങ്ങനെ മനസ്സിലാക്കുകയും വേണം. അതിലേക്ക് ഒരേ ഒരു നേതാവിനെ ക്ഷണിച്ചിട്ടുള്ളൂ, അത് നിർമ്മല സീതാരാമൻ എന്ന മന്ത്രിയാണ്. അവിടെ നിന്നുള്ള രാജ്യസഭാംഗം കൂടിയാണ് എന്ന നിലയ്ക്കാണ് അവർക്ക് ക്ഷണം പോയത്. അവർ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിപ്പവും കുറയുന്നില്ല. കേരളമാകട്ടെ അവിടെ ഇത്തരത്തിൽ ഒരു സമരം നടത്തുകയും അവിടെ എല്ലാ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും നേതാക്കളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വസ്തുത ഇങ്ങനെയാണ് എന്ന് കർണാടകം ഈ സമരം നടത്തിയതോടുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. 2 സമരങ്ങളെയും നമുക്ക് താരതമ്യപ്പെടുത്താം. സമരമല്ല എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ സമരം തന്നെയാണ്. കർണാടകത്തിൻ്റെ സമരം കേരളത്തിൻ്റേതിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും അതും സമരം തന്നെയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, കേരളം നടത്തുന്നത് സമരമല്ല എന്ന് മഹാവിസ്ഫോടനത്തെക്കാൾ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ നിരീക്ഷകരും ആ മഹാമാധ്യമങ്ങളും ഒക്കെ എവിടെ? അവർക്ക് ഇന്ന് ഈ ഫെബ്രുവരി 7-ന് ആ വാദം ആവർത്തിക്കാനുള്ള ധൈര്യമുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ വാർത്താ കഥകൾ മരിച്ചു വീഴുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഇന്ന് കർണാടകവും നാളെ കേരളവും സമരം നടത്തുന്നതോടുകൂടി സംഭവിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്താണ് രാജേന്ദ്ര? തീർച്ചയായിട്ടും അല്ല, ഇതിനകത്ത് കേരളം സമരം നടത്തുന്നതിന്, ഇപ്പോൾ കർണാടക സമരം നടത്തുന്നു, കേരളം നടത്തുന്നതിനൊരു വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ കാരണം കേരളം ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ സംസ്ഥാനമാണ്.
നമ്മൾ ഏത് സോഷ്യൽ ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും അത് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എന്തിനേറെ സ്റ്റാർട്ടപ്പുകളുടെ സാന്ദ്രതയായാലും സ്റ്റാർട്ടപ്പുകളുടെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അസൂയാപകരമാണ്. അതെനിക്ക് തോന്നുന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി. നമ്മൾ കോവിഡിൻ്റെ കാലത്തും ഈ പ്രളയത്തിൻ്റെ കാലത്തെല്ലാം അത് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെ ഈ പ്രതിസന്ധിയെ ഈ ജനകീയ കൂട്ടായ്മകളിലൂടെ എങ്ങനെ നേരിടണമെന്നാണ് കേരളം കാണിച്ചു കൊടുത്തത്. അത്തരമൊരു സംസ്ഥാനമാണ് ഈ ദില്ലിയിലെത്തി സമരം ചെയ്യുന്നത്. അതാണ് ഈ സമരത്തിന് വരുന്ന ഒരു ദേശീയ പ്രാധാന്യം. ഇത് നിരീക്ഷിക്കുന്ന ദേശീയ മാധ്യമങ്ങൾക്കും അതുപോലെ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാർക്കും, അതിപ്പോൾ ഡൽഹിയിലായാലും ഉത്തരേന്ത്യയിലായാലും അവരെല്ലാം തന്നെ വീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സമരത്തെ ഈ രീതിയിലാണ്. എന്തുകൊണ്ട് വികസിതമായൊരു സംസ്ഥാനം ഇങ്ങനെ സമരം ചെയ്യുന്നു, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കേരളം മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ക്ഷണിക്കുന്നു, കേരളം മറ്റ് പാർട്ടികളിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതോടുകൂടി ഇതിനൊരു കേരളത്തിനും അപ്പുറത്ത് ഒരു കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം, ഒരു രാഷ്ട്രീയ വേട്ടയാടൽ ഏത് രീതിയിലാണ് എന്നതിലേക്ക് കൂടി പോകുന്നു. അതെ, കേരളത്തിനൊപ്പമുണ്ട് എന്ന ശബ്ദം നാളെ മുഴങ്ങാൻ പോകുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് മുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരെയാണ്. ഇന്ത്യ മുഴുവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദിവസമായി നാളെ മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ ഒരു സർക്കാർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സമരം നടത്തുന്നത്. നേരത്തെ പലതവണ സമരം നടത്തിയിട്ടുണ്ട്. ദില്ലിയിൽ പോയി 88 ഒരു സമരം നടന്നിട്ടുണ്ട്. അന്നത് വലിയ വാർത്തയായിരുന്നു 88. ഇപ്പോൾ അന്നത്തെ അതിൻ്റെ ആ പത്രവാർത്തകളെല്ലാം ഇന്നിപ്പോൾ പ്രചരിക്കുന്നുണ്ട്, വീണ്ടും ഇപ്പോൾ അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ അവിടെ സമരം ചെയ്യുന്ന സമയത്ത് അവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്ത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഇത്തരത്തിലുള്ള അവഗണനകൾക്ക് വിധേയമായിട്ടുണ്ട്. നമുക്ക് എത്രയോ ഇന്ത്യയിൽ 356 വകുപ്പ് ആദ്യം ദുരുപയോഗം ചെയ്ത സംസ്ഥാനം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളമാണ്. അതുപോലെ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ, ആഞ്ചയ്യ എന്ന ആന്ധ്രാപ്രദേശിലെ ഒരു മുഖ്യമന്ത്രിയെ, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് രാജീവ് ഗാന്ധി ബഹുജന മധ്യത്തിൽ വെച്ച് അവഹേളിച്ച് ആ മുഖ്യമന്ത്രി അന്ന് നടത്തിയ പൊട്ടിക്കരച്ചിലിൽ നിന്നാണ് NT രാമറാവു എന്നൊരു പാർട്ടി ഉണ്ടായത്. അതൊക്കെ ചരിത്രത്തിന്റെ ഇങ്ങനെ നമുക്കിങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഈ രീതിയിൽ തന്നെ എടുത്തു കാണിക്കാൻ സാധിക്കും. പ്രതിപക്ഷത്തിന് ശക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, രാഷ്ട്രീയ ഉള്ളടക്കം ഉണ്ടായിരിക്കണം. ഒരു പ്രതിപക്ഷം വളരെ ശക്തമായിരിക്കണം. അത് ദുർബലമായി മാറുന്നത്, അതിൻ്റെ വാദങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെടുന്നത് അതുകൂടി ഇതിലൂടെ പുറത്തു വന്നു. കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കള്ളം എന്ന് പറഞ്ഞിട്ട് അത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന കർണാടകം അതിലേറെ വീറോടുകൂടി മുഴക്കുന്ന ഒരു കാഴ്ച കേരളത്തിലെ പ്രതിപക്ഷം കാണേണ്ടി വന്നു. കേരളത്തിലെ പ്രതിപക്ഷം രാഷ്ട്രീയം കയ്യാളാൻ ഇപ്പോഴെങ്കിലും അർഹരല്ല എന്ന് തെളിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമുന്നതരായ, പരിചയസമ്പന്നരായ, പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം രാഷ്ട്രീയ നിരക്ഷരത വിളംബരം ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് കാലം പറയുന്നത്, ഈ സന്ദർഭം പറയുന്നത്, ഈ ദിവസം പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് തിരിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ രാഷ്ട്രീയം തിരിയും എന്ന ഒരു ചരിത്രത്തിൻ്റെ ശബ്ദം പ്രതിപക്ഷം കേൾക്കേണ്ടി വന്ന ദിവസമാണ് ഇത്. ഏറ്റവും ചുരുങ്ങിയത് രാഷ്ട്രീയം കയ്യാളുമ്പോൾ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഒരു ആത്മകഥയോ എങ്കിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ വായിച്ചിരിക്കണം എന്ന് പറയേണ്ട ഒരു ദിവസം കൂടിയാണിത്. മനോജ് എന്ത് പറയുന്നു? ഈ അസിത ഇവിടെ പറഞ്ഞ കണക്കുകളിൽ കേരളത്തിൻ്റെ ധനമന്ത്രി അപ്പുറം പറയുന്ന 57,000 കോടി രൂപയുടെ കണക്ക് തെറ്റ് എന്ന് പ്രതിപക്ഷം നിയമസഭയിലടക്കം പലവട്ടം പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന ഒരു കണക്കുണ്ട്, കേരളത്തിന് പൈസ കിട്ടാനുണ്ട്, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞിട്ടുണ്ട്. അത് വളരെ ചെറിയ എമൗണ്ടാണ്, 3,000 കോടി രൂപയുടെ അടുത്തങ്ങുള്ളൊരു ഫിഗറാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു ഫിഗറിന് ആ ഒരു അവഗണന പോലും, അങ്ങനെയെങ്കിൽ കണക്കിലെ വ്യത്യാസം അവിടെ നിൽക്കട്ടെ, ഈ പൈസ പിടിച്ചെടുക്കാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്നുള്ള തരത്തിലേക്ക് ഈ പ്രതിഷേധത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. അത് ഇന്ന് കർണാടകത്തിലെ സമരത്തിൻ്റെ സമയത്ത് സിദ്ധരാമയ്യ അവിടുത്തെ BJP പ്രതിപക്ഷം അവരെ വിശേഷിപ്പിച്ചത് സംസ്ഥാന വികസനത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന പാർട്ടി എന്നാണ് പറഞ്ഞത്. അതേ വിശേഷണം തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനും യോജിക്കുക.
കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒന്നുകിൽ അവർക്ക് ഇത് മിണ്ടാതിരിക്കാം, ഈ വിഷയം അഡ്രസ്സ് ചെയ്യാതിരിക്കാം, ഏറ്റെടുക്കാതിരിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യം. ചുരുങ്ങിയ പക്ഷം ഇതിൽ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നൊരു മാന്യതയെങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഈ വിഷയ കണക്കുകൾ സംബന്ധിച്ച് അവർ ചില സംശയങ്ങൾ പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ എന്താണിത്? ഇപ്പോൾ ഞാൻ പറയാം, ഈ നമുക്ക് തരാനുള്ള കുടിശ്ശികയിൽ UGC ശമ്പളം സംബന്ധിച്ച് പെൻഡിംഗ് ആയിട്ടുള്ള തുക കേന്ദ്രം നൽകാനുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്നത് കേന്ദ്രത്തിന് കേരളം കണക്കുകൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ തുക തരാത്തത് എന്നുള്ളതാണ്. കേരളത്തിലെ BJPയും നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞതും ഇതേ വാദമാണ്. കേരളം കണക്കുകൾ തരുന്നില്ല, അതുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത്. ഇതേ വാദം കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിക്കുന്നു. എന്താണ് ഇതിന്റെ വാസ്തവം? ഇപ്പോൾ UGC ശമ്പളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുക കേരളം ആവശ്യപ്പെടുന്നത് 2017 ആദ്യം ആവശ്യപ്പെടുന്നത്. 2017 കേരളം ഈ തുക ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു നിങ്ങൾ കൊടുത്തോളൂ, അതിനുശേഷം ഞങ്ങളത് മടക്കിത്തരാം എന്ന് പറയുന്നു. അതനുസരിച്ച് UGC മാനദണ്ഡ പ്രകാരം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. കേരളം ആ ശമ്പളം കൊടുക്കുന്നു. 2018 2019 2020 ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രം പറയുന്നു നിങ്ങൾ കൊടുത്തോളൂ, കണക്കുകൾ തന്നാൽ മതി. കേരളം അതനുസരിച്ച് കേന്ദ്രത്തിന്റെ കയ്യിൽ കണക്കുകൾ കൊടുക്കുന്നു. അതിനുശേഷം കേരളം സ്വയം ആ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയും കഴിഞ്ഞിട്ട് 2022 കേന്ദ്രം പറയുന്നത് ഇത് സംബന്ധിച്ച കണക്കുകൾ കേരളം നൽകിയിട്ടില്ല എന്ന്. എന്നാണ് 2017 കൊടുത്ത കുടിശ്ശികയുടെ കാര്യമാണ് 2022 കണക്ക് ചോദിക്കുന്നത്. അപ്പോൾ കേരളം പറയുന്നു അങ്ങനെയല്ലല്ലോ, മുൻപ് ഈ വിഷയത്തിൽ ചർച്ച നടന്നതാണ്, നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ കേന്ദ്രം ഈ 2017 കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ കുടിശ്ശിക നൽകാത്തത് എന്നുള്ളതാണ്. ഇപ്പോഴും ആ പൈസ പെൻഡിംഗ് ആണ്, കേരളത്തിന് അത് നൽകിയിട്ടില്ല. ഇനി നമ്മുടെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരം കണക്കുകളൊക്കെയും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടത് AG ആണ്, അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരല്ല. അത് കേന്ദ്രത്തിന്റെ ഏജൻസിയാണ്. AG എന്ന് പറയുന്ന സംവിധാനം, സ്ഥാപനം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമസഭയിൽ അടക്കം ആവർത്തിക്കുന്നു ഈ കണക്കുകൾ ഞങ്ങൾ AGക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന് കണക്കുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? അത് AG ആണ്. AG ആരുടെ നിയന്ത്രണത്തിലാണ്? ഇനി അത് മാത്രമല്ല, സ്റ്റേറ്റ് നൽകുന്ന കണക്കുകൾ പ്രകാരം ആദ്യഘട്ടത്തിൽ AG ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് റെക്കോർഡ് തയ്യാറാക്കും. അതാണ് കേന്ദ്രത്തിന് കൈമാറുക. ഈ ഡ്രാഫ്റ്റിലോ പിന്നീട് അത് ഫയൽ ചെയ്യുന്ന ഘട്ടത്തിലോ കേരള സംസ്ഥാനത്തിന്റെ ഈ കണക്കുകൾ സംബന്ധിച്ച് ഒരു സംശയവും AG എന്ന് പറയുന്ന സ്ഥാപനത്തിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് കണക്ക് കൊടുക്കാത്തത്? ആരാണ് കളവ് പറയുന്നത്? നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാരിനും അത് പറഞ്ഞു തീരൂ. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം അത് ആവർത്തിക്കുകയാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ വിഷയം സുപ്രീം കോടതിയിൽ വരുമ്പോൾ കേന്ദ്രം സത്യവാങ്മൂലം നൽകുകയാണ്, കേരളം ഇത്തരത്തിൽ കണക്ക് നൽകുന്നില്ല. ഇനി കടമെടുക്കുന്ന തുകകളൊക്കെയും പെൻഷൻ നൽകാനും ഉച്ചഭക്ഷണ പദ്ധതിക്ക് പോലുള്ള ദൈനംദിന പ്രവൃത്തികൾക്ക് ചെലവഴിക്കുന്നു എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ മറുപടി നൽകുകയാണ്. നോക്കൂ, അതിൽ നിന്ന് തന്നെ കേരള സർക്കാരിന്റെ പ്രാധാന്യം എന്തിനാണ് എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ആ വിഷയത്തിൽ കേന്ദ്ര നയം എന്താണെന്നുള്ളത് അവരുടെ പൊള്ളത്തരം അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നിടത്താണ് അതിലേറ്റവും ദൗർഭാഗ്യകരമായ. നമ്മുടെ വിശകലനത്തിനുള്ള സമയം തീരുകയാണ്. വിശകലനത്തിനുള്ള കാര്യങ്ങൾ ഒട്ടേറെ ബാക്കി നിൽക്കുകയാണ്. ഈ കണക്കുകളും ഈ ന്യായവാദങ്ങളും ഒക്കെ ആട്ടിൻകുട്ടിയെ പിടിച്ചു തിന്നാൻ ചെന്നായ പറഞ്ഞ ന്യായവാദങ്ങൾ പോലെയാണ്. നീയല്ലെങ്കിൽ നിന്റെ അച്ഛനാണ് വെള്ളം കലക്കിയത് എന്ന് പറഞ്ഞ് ചെന്നായിയെ പിടിക്കുന്ന ആ വാദം. എന്തുമാത്രമല്ല, ഇത് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ആകെ എതിരാണ്. ഇത് പണ്ടത്തെ നാട്ടുരാജ്യമൊന്നുമല്ലല്ലോ. കണക്കുകൾ അടിയന്മാർ കൊടുക്കുക, ജന്മി അത് മടക്കി തരുമെന്നുള്ള നാട്ടുരാജ്യ സംവിധാനമല്ല. ഇത് യൂണിയൻ ഗവൺമെന്റ് ആണ്, ഒരു കേന്ദ്ര ഗവൺമെന്റ് അല്ല. ഇന്ത്യക്ക് ആകെ ബാധകമായ ഒരു ഗവൺമെന്റ്, സമാനമായ ഏരിയയിൽ തുല്യ അവകാശങ്ങളുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സമാഹാരമാണ് ഇന്ത്യ. അതിൻ്റെ കൂട്ടായ ഒരു ഗവൺമെൻറ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ ന്യായവാദങ്ങളുടെ ഒക്കെ അർത്ഥം കേരളീയർക്ക്, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കേരളീയർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരതൊക്കെ മനസ്സിലേക്ക് എടുത്തു വയ്ക്കും. ഇവർ നമുക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കുക മാത്രമല്ല, പ്രളയകാലത്ത് നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് വിതരണം ചെയ്ത അരിക്ക് പോലും പണം ചോദിച്ചവരാണിവർ. നമുക്ക് ദുരന്തം വന്നപ്പോൾ പുറത്തുനിന്ന് നീണ്ട സഹായഹസ്തങ്ങൾ അത് സ്വീകരിക്കരുത്, ആ പണം സ്വീകരിക്കരുത്, സ്വീകരിക്കാം, പ്രളയത്തിന് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞവരാണ് ഇത്. അപ്പോൾ ഇന്ന് കർണാടകം നടത്തിയ സമരം, നാളെ നമ്മൾ നടത്താൻ പോകുന്ന സമരം വരുമാനം മുടക്കികൾക്കെതിരായ സമരമാണ്. അത് അന്നം മുടക്കികൾക്കെതിരായ സമരമാണ്. അത് പാർപ്പിടം മുടക്കികൾക്ക് എതിരായ സമരമാണ്. നിങ്ങൾ കൊടുക്കുന്ന വീടുകളിൽ എൻ്റെ പടം വയ്ക്കൂ എന്ന് പറയുന്ന ഒരു ദുരധികാരിക്ക് എതിരായ സമരമാണ്. അത് സഹായ മുടക്കികൾക്കെതിരായ സമരമാണ്. ആ സമരം നാളെ സംഭവിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു മുന്നോടിയായി ഇന്ന് കർണാടകത്തിൻ്റെ സമരം മാറി എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ശ്രമിച്ചത്. ഈ പരിപാടിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.